തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഗൗരി പാർവതിബായി. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 3 ശരി. 1 3 ശരി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. വില്ലുവണ്ടി സമരം നടത്തി. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു, വില്ലുവണ്ടി സമരം നടത്തി. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായ പ്രസ്താവനകൾ 1 4 ആണ്. 1 4. ശരിയായ പ്രസ്താവനകൾ: മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 1958 ഫെബ്രുവരി 22 അന്തരിച്ചു. മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 1858 ഫെബ്രുവരി 22 അന്തരിച്ചു. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആര്? രാജീവ ലക്ഷ്മണൻ കരണ്ടിക്കർ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആര്? രാജീവ ലക്ഷ്മൺ കരണ്ടിക്കർ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വടക്ക് പർവ്വതനിര? ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വടക്ക് പർവ്വതനിര ഹിമാലയം. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം? സിറസ്. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘമാണ് സിറസ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം? നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം നീലഗിരി. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനം? ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനം ഡെറാഡൂൺ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം സൈലന്റ് വാലി. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം? RBI. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം RBI. റാബി വിളയ്ക്ക് ഉദാഹരണം? ബാർലി. റാബി വിളയ്ക്ക് ഉദാഹരണം ബാർലി. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്. ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. 2021-22 വർഷത്തിൽ ആഗോള പാൽ ഉൽപ്പാദനത്തിൻ്റെ 24% സംഭാവന ചെയ്തതോടെ ലോകത്തിൽ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാം സ്ഥാനമാണ്. 2021-22 വർഷത്തിൽ ആഗോള പാൽ ഉൽപ്പാദനത്തിൻ്റെ 24% സംഭാവന ചെയ്തതോടെ ലോകത്തിൽ പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാം സ്ഥാനം. എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? 30 വയസ്സ്. എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? 30 വയസ്സ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? മൗലികാവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? അനുച്ഛേദം 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326. നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം?
21 വയസ്സ്. നഗരസഭ, ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? 21 വയസ്സ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശ്യാം സരൺ നേഗി താഴെ പറയുന്ന ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ശ്യാം സരൺ നേഗി താഴെ പറയുന്ന ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ ആദ്യ വോട്ടർ. സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 44-ാം ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 44-ാം ഭേദഗതി. ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയമാണ് കൃഷി. ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയമാണ് കൃഷി. കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. കേരളത്തിലെ തണ്ണീർത്തട വകുപ്പ് പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? ജില്ലാ കളക്ടർ. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? ജില്ലാ കളക്ടർ. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച പദ്ധതി? ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098. ഇന്ത്യയിൽ എത്ര ഭരണഘടനാ ഭേദഗതികൾ നടന്നു? 105. ഇന്ത്യയിൽ എത്ര ഭരണഘടനാ ഭേദഗതികൾ നടന്നു? 105. സാഗസ് എൻട്രക്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകുടലിലെ ദഹനരസം. സാഗസ് എൻട്രക്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകുടലിലെ ദഹനരസം. മനുഷ്യൻ്റെ ഡെൻ്റൽ ഫോർമുല ഏത്? 2123/2123. മനുഷ്യൻ്റെ ഡെൻ്റൽ ഫോർമുല ഏത്? 2123/2123. ECGയിൽ QRS തരംഗം ഏതിനെ സൂചിപ്പിക്കുന്നു? വെൻട്രിക്കുലറിൻ്റെ സങ്കോചം. ECGയിൽ QRS തരംഗം ഏതിനെ സൂചിപ്പിക്കുന്നു? വെൻട്രിക്കുലറിൻ്റെ സങ്കോചം. മലേറിയ രോഗാണു പ്ലാസ്മോഡിയം ഏത് ഘട്ടത്തിലാണ് രോഗമുണ്ടാക്കുന്നത്? സ്പോറോസോയിറ്റ്. മലേറിയ രോഗാണു പ്ലാസ്മോഡിയം ഏത് ഘട്ടത്തിലാണ് രോഗമുണ്ടാക്കുന്നത്? സ്പോറോസോയിറ്റ്. ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ത്? മാതൃമരണനിരക്ക് കുറയ്ക്കൽ. ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ത്? മാതൃമരണനിരക്ക് കുറയ്ക്കൽ. ആരാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ്? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. ആരാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ്? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത്? പാസ്കൽസ് നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത്? പാസ്കൽസ് നിയമം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഹെർട്ട് വേവ്സ് എന്നറിയപ്പെടുന്ന അംഗം ഏത്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഹെർട്ട് വേവ്സ് എന്നറിയപ്പെടുന്ന അംഗം ഏത്? അൾട്രാറെഡ് കിരണങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ 2022 ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവ് അല്ലാത്തതാര്? കാരലിൻ ബെർട്ടോസി. താഴെ തന്നിരിക്കുന്നവയിൽ 2022 ഭൗതിക ശാസ്ത്ര നോബൽ ജേതാക്കൾ അല്ലാത്തത്? കാരലിൻ ബെർട്ടോസി. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റമായിട്ടുള്ളത്? ഐസ് ഉരുകുന്നത്. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റമായിട്ടുള്ളത് ഐസ് ഉരുകുന്നത്. 916 സ്വർണ്ണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ലായനി. 916 സ്വർണ്ണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ലായനി. സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിൻ്റെ
pH ആകാൻ സാധ്യതയുള്ളത്? 5 മുതൽ 5.5 വരെ. സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിൻ്റെ pH ആകാൻ സാധ്യതയുള്ളത് 5 മുതൽ 5.5 വരെ. CMET, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവർ കൂടിച്ചേർന്ന് ഏത് പദാർത്ഥത്തിൻ്റെ ഗവേഷണ കേന്ദ്രം കേരളത്തെ സ്ഥാപിക്കാനാണ് 2022 ധാരണാപത്രം ഒപ്പുവെച്ചത്? ഗ്രാഫീൻ. CMET, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവർ കൂടിച്ചേർന്ന് ഏത് പദാർത്ഥത്തിൻ്റെ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കാനാണ് 2022 ധാരണാപത്രം ഒപ്പുവെച്ചത്? ഗ്രാഫീൻ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? P. സച്ചിദാനന്ദൻ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് P. സച്ചിദാനന്ദൻ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആര്? ബോധേശ്വരൻ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചതാര്? ബോധേശ്വരൻ. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദത്തിൻ്റെ നൽകുന്ന ട്രോഫിയാണ്? ഹോക്കി. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ്? ഹോക്കി. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആര്? MN വിജയൻ. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആര്? MN വിജയൻ. 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത്? മീശ. 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത്? മീശ. 51ൻ്റെ ആൻസർ ഓപ്ഷൻ സി 1. 52 ഓപ്ഷൻ ഡി. 52 ഓപ്ഷൻ ഡി. 53 ഓപ്ഷൻ ബി. 54 ഓപ്ഷൻ സി. 55 ഓപ്ഷൻ എ. 56 ഓപ്ഷൻ സി. 57 ഓപ്ഷൻ എ. 58 ഓപ്ഷൻ സി. 59 ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ സി. A large densely packed crowd of people is called throng. A large densely packed crowd of people is called throng. Which is the correct one? Option C. MISCHIEVOUSLY. I am not good at playing the piano. I am not good at playing the piano. As an excuse for late, they always make up stories. As an excuse for late, they always make up stories. Find the odd one out. Option D. Add a feather in the cap. Neither William nor his relatives have arrived. If I were you, I would not repeat the mistakes. If I were you, I would not repeat the mistakes. Change into passive voice. Raju has cleaned the plates. The plates have been cleaned by Raju. Raju has cleaned the plates. The plates have been cleaned by Raju. Change into indirect speech. Anna said, they have come here many times. Anna said that they had come there many times. Find out the antonym of the word. Pompously. Humbly. ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 2, 3, 4 എന്നിവ. ഞാൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞാണ്. ഞാൻ നിന്നെ ആശ്രയിച്ചത് മറ്റ് ഗതിയില്ലാഞ്ഞാണ്. ഞാൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞാണ്. നാഗരികം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഗ്രാമീണം.
നാഗരികം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഗ്രാമീണം. യഥോചിതം പിരിച്ചെഴുതുമ്പോൾ യഥാ പ്ലസ് ഉചിതം. യഥോചിതം പിരിച്ചെഴുതുമ്പോൾ യഥാ പ്ലസ് ഉചിതം. ഒറ്റപ്പദമാക്കുക. പായ് കെട്ടാനുള്ള മരം പാമരം. പായ് കെട്ടാനുള്ള മരം പാമരം. തന്നിരിക്കുന്ന പദത്തിൻ്റെ എതിർലിംഗം ഏത്? ചകോരം ചകോരി. ചകോരം ചകോരി. ദ ഡേ ഹാസ് ഐസ് ആൻഡ് നൈറ്റ് ഇയേഴ്സ്. ഇംഗ്ലീഷിന് ഈ ചൊല്ലിനോട് സാമ്യമില്ലാത്തത്. ഓപ്ഷൻ 4 മാത്രം. കണ്ണാടി എന്ന പദത്തിന് പര്യായമായി പറ്റാത്തത്. ഓപ്ഷൻ ഡി 2ഉം 4ഉം. മതി എന്ന പദത്തിന് നാനാർത്ഥമായി വരാത്തത്. ഓപ്ഷൻ സി നെല്ലിപ്പടി കാണുക എന്ന ശൈലിക്ക് വരാവുന്ന അർത്ഥമേത്? അങ്ങേയറ്റം വരെ എത്തുക. നെല്ലിപ്പടി കാണുക എന്ന ശൈലിക്ക് വരാവുന്ന അർത്ഥമാണ് അങ്ങേയറ്റം വരെ എത്തുക. തെറ്റായ പദം ഏത്? ഓപ്ഷൻ സി യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപധാരിത. യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപധാരിത. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവയെല്ലാം. സ്റ്റാർവേഷൻ, സ്മോദറിംഗ്, കൂളിംഗ്. ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനാവശ്യമായ മാർഗങ്ങളാണ് സ്റ്റാർവേഷൻ, സ്മോദറിംഗ്, കൂളിംഗ്. ചുവടെ ചേർക്കുന്നവയിൽ മാധ്യമം ആവശ്യമില്ലാത്ത പ്രക്ഷേപണം ഏതാണ്? വികിരണം, റേഡിയേഷൻ. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതിയാണ് വികിരണം അഥവാ റേഡിയേഷൻ. അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസ് ഉള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപകത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ലീനതാപം, ലേറ്റന്റ് ഹീറ്റ്. മാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസ് ഉള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപകത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ലീനതാപം. ജ്വലന ത്രികോണം അഥവാ ഫയർ ട്രയാങ്കിൾ പ്രകാരം ജ്വലനം നടക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതൊക്കെയാണ്? 1, 3, 4. ഓപ്ഷൻ ബി താപം, ഓക്സിജൻ, ഇന്ധനം. ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടക്കുന്നതിനാവശ്യമായ ഘടകങ്ങളാണ് താപം, ഓക്സിജൻ, ഇന്ധനം. അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ BC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്വിഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതെല്ലാമാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ BC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്വിഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ. ഡ്രൈ ഐസ് എന്നാൽ എന്ത്? ഖര കാർബൺ ഡൈ ഓക്സൈഡ്. ഡ്രൈ ഐസ് എന്നാൽ എന്ത്? ഖര കാർബൺ ഡൈ ഓക്സൈഡ്. ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേര് എന്ത്? ജ്വലനോഷ്മാവ്. ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരെന്ത്? ജ്വലനോഷ്മാവ്. LPGയുടെ ഹസ്കം താഴെ പറയുന്നവയിൽ ഏതാണ്? 2WE. LPGയുടെ ഹസ്കം താഴെ പറയുന്നതിൽ ഏതാണ്? ഹസാഡസ് കെമിക്കൽ കോഡ് ഏതാണ്? 2WE. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ മുകളിൽ പറഞ്ഞവയെല്ലാം. ജീവൻ രക്ഷിക്കുക, വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളാണ് ജീവൻ രക്ഷിക്കുക, വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ. വിശ്രമം, ഉയർത്തുക. രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള നടപടികളാണ് വിശ്രമം, ഉയർത്തുക.
ശ്വാസതടസ്സത്തിന് കാരണമല്ലാത്തത് ഏത്? രക്തം ഛർദ്ദിക്കുക. ശ്വാസതടസ്സത്തിന് കാരണമല്ലാത്തതാണ് രക്തം ഛർദ്ദിക്കുക. ഷോക്കിന്റെ രോഗലക്ഷണമല്ലാത്തതാണ് അപസ്മാരം. ഷോക്കിന്റെ രോഗലക്ഷണമല്ലാത്തതാണ് അപസ്മാരം. അണലി വിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു? അണലി വിഷം ബാധിക്കുന്നത് രക്തക്കുഴലുകളെ. അണലി വിഷം ബാധിക്കുന്നത് രക്തക്കുഴലുകളെ. പെട്ടെന്നുള്ള മരണകാരണം ഹൃദയാഘാതം. പെട്ടെന്നുള്ള മരണകാരണം ഹൃദയാഘാതം. പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ എന്ത്? നിലത്തുരുളുക. പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ എന്ത്? നിലത്തുരുളുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യും? ചുമയ്ക്കുക, പുറത്തു തട്ടുക, വാരിയെല്ലുകൾക്ക് താഴെ കൈ കോർത്ത് പിടിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്ത് ചെയ്യും? ചുമയ്ക്കുക, പുറത്തു തട്ടുക, വാരിയെല്ലുകൾക്ക് താഴെ കൈ കോർത്ത് പിടിക്കുക. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പടരുന്ന വേദന. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പടരുന്ന വേദന. പോലീസ് കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിന്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയൽ സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി. എന്നാൽ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും അയച്ചിരുന്നില്ല. ആ വ്യക്തി താഴെ പറയുന്നവയിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അർഹനാണ്? വകുപ്പ് 67A വിവരസാങ്കേതിക നിയമം 2000. കമ്പ്യൂട്ടറിന്റെ ഉടമയുടെ അനുമതിയില്ലാതെ ആരെങ്കിലും അനധികൃതമായി സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്താൽ ആ വ്യക്തിക്കെതിരെ വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ഏത് കുറ്റം ചുമത്താവുന്നതാണ്? വകുപ്പ് 66 കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ.